എൻ്റെ പേര് ജിസി എന്നാണ്. എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ജോലി ചെയ്യുന്നത് അയർലൻഡിലാണ്. ആദ്യമേ തന്നെ ഏറ്റവും സ്നേഹനിധിയും കാരണനിധിയുമായ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു, എന്നെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കാൻ ഇവിടെ നിർത്തിയതിന്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അയർലൻഡിൽ കഴിഞ്ഞ വർഷം ഡിസംബർ 6-ാം തീയതിയാണ് പോയത്. അതുവരെ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും മാതാവും ഈശോയും ഏറ്റവും നല്ല രീതിയിലാണ് നടത്തി തന്നുകൊണ്ടിരുന്നത്. എൻ്റെ OET എനിക്ക് ഫസ്റ്റ് ഇതിൽ ക്ലിയർ ചെയ്യാൻ പറ്റി. പിന്നെ എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ആണെങ്കിലും 3 മാസം കൊണ്ട് നടക്കേണ്ടതൊക്കെ 6 ദിവസം കൊണ്ട് മാതാവ് എനിക്ക് സാധിച്ചു തന്നു. വർക്ക് പെർമിറ്റ് ഒക്കെ 9 ദിവസം കൊണ്ട് എല്ലാം വളരെ ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് എല്ലാം നടത്തി തന്നുകൊണ്ടിരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അവിടെ ചെന്നിട്ടാണെങ്കിലും ഏറ്റവും നല്ലൊരു സ്ഥലത്ത് എനിക്ക് ജോലി തന്നു. ആരോ എൻ്റെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത രീതിയിലാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത്. അവിടെ ചെന്ന് ഞാൻ ജോലിയിലായി. ജോലിയുടെ കാര്യങ്ങളിലൊക്കെ ബിസിയായി കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയിൽ നിന്നൊക്കെ കുറേ കൂടെയൊക്കെ പുറകോട്ട് പോകാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്താതിരുന്നു. അങ്ങനെ ഇങ്ങനെ ആയി കഴിഞ്ഞ് അപ്രതീക്ഷിതമായി എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ജോലിയിൽ എനിക്ക് വല്ലാത്തൊരു പ്രതിസന്ധി ഉണ്ടായി. അതൊരിക്കലും അങ്ങനെ ഉണ്ടാവേണ്ട ഒരു പ്രതിസന്ധിയല്ല. പക്ഷേ വേറൊരു എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു കുട്ടി വഴിയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടൊരു പ്രതിസന്ധി. അത് എന്താ പറയുക, അങ്ങനെയൊരു സിറ്റുവേഷൻസ് ഒരിക്കലും ഉണ്ടാവാത്തതാണ്. ഇതുവരെ ആരും കേൾക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ആ കുട്ടി അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ച് മനസ്സിലാകുന്നില്ല. കാരണം ഞാനും ആ കൊച്ചുമായിട്ട് ഒരു പ്രശ്നവും ഇല്ല. പിന്നെ എൻ്റെ ജോലി വരെ കളയിക്കുന്ന, എൻ്റെ അവിടുത്തെ രജിസ്ട്രേഷൻ വരെ കളയിക്കുന്ന ഒരു കാര്യം, ഞാൻ ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് മാനേജ്മെൻറ്റിനെ അത് ബോധ്യപ്പെടുത്തി. ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും എക്സ്പ്ലനേഷനൊന്നും കൊടുത്തില്ല. ഞാൻ അതിന് സോറി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം ഓക്കെ ആയി എന്ന് വിചാരിച്ചു. പക്ഷേ എനിക്ക് നെക്സ്റ്റ് വീക്കൊന്നും ഡ്യൂട്ടി ഇടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരാഴ്ച ഡ്യൂട്ടി ഇട്ടില്ല. 3 വീക്സ് വരെ ഇങ്ങനെ ഡ്യൂട്ടിയിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഓരോ മീറ്റിങ്ങിന് വിളിക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് എന്താ നടക്കുന്നതെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ പറഞ്ഞു, ഇനി ജിസിയുടെ കുറിച്ച് ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അതിനുള്ള എവിഡൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് ഇതിൽ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് അങ്ങനെ കേട്ടു. അപ്പോൾ ഞാൻ വല്ലാതെ തളർന്നു പോയി. കാരണം എന്ന് വെച്ചാൽ അതുവരെ എന്നെക്കുറിച്ച് ഒരു നെഗറ്റീവ് റിപ്പോർട്ട്സോ ഒന്നും തന്നെ ആരും പറഞ്ഞിട്ടില്ല. ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നു, ഒരു കംപ്ലൈൻസ് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ ആക്ഷൻ എടുക്കുവാണ്, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ തളർന്നു പോയി. അത് എൻ്റെ അവിടെ എന്ന് പറഞ്ഞാൽ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ രജിസ്ട്രേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞ് ജോലി ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോൾ HSC ഇൻ്റർവ്യൂസ് എല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യും, ഞാൻ തിരിച്ചു വരേണ്ട അവസ്ഥ വരുമോ, ജോലി ഇല്ലാതെ അവിടെ നമുക്ക് നിൽക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയുമായിരുന്നു, നീ ഉടമ്പടി എടുക്കണം. അപ്പം ഞാൻ പറയും അത് പിന്നെ ആവട്ടെ, എനിക്ക് അതിൽ വലിയ ഇതൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഞാനത് പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ സെപ്റ്റംബർ 12-ാം തീയതി എനിക്ക് വളരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു ഡിസിഷനാണ് അവർ എടുത്തത്. അത് വന്നോടുകൂടി ഞാൻ ആകെ തളർന്നു പോയി. എന്ത് ചെയ്യും, എനിക്കിനി ഒരു ഹോപ്പും ഇല്ല എന്ന് വിചാരിച്ച് ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അന്നത്തെ ദിവസം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എന്തെങ്കിലും ഞാൻ ഇവിടെ നിൽക്കണോ അതോ പോണോ, അതോ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അന്നത്തെ ദിവസം തന്നെ ഞാൻ IRP കാർഡിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസം തന്നെ എനിക്ക് IRP കാർഡ് കൊണ്ടുവന്ന് തന്നു. ആ
സെപ്റ്റംബർ 12-ാം തീയതി. അപ്പൊ എനിക്ക് വിശ്വാസമായി മാതാവ് എന്നെ കൈവിട്ടിട്ടില്ല, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന്. അപ്പോൾ പിന്നെ ഞാൻ അന്ന് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ആ ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ചു. അവളെനിക്ക് പറഞ്ഞു തന്നു ഓൺലൈൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന്. എന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് അതുവരെ ഇല്ലാത്ത വല്ലാത്തൊരു ധൈര്യവും സമാധാനവും തന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ, ഞാനൊരു ഫാമിലിയുടെ കൂടെയാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവരെല്ലാവരും ചോദിക്കുന്നത്, ജിസിക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം വരുന്നത്? എല്ലാവരും തളർന്നു പോകുന്ന ഒരു സിറ്റുവേഷനിൽ ജിസി എങ്ങനെയാണ് ഇങ്ങനെ കൂളായിട്ട് സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പം ഞാൻ പറയും, അതെല്ലാം മാതാവ് നോക്കിക്കൊള്ളും, ഞാൻ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഭയങ്കര ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെയും വൈകിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ ഇടയ്ക്ക് ഞാൻ 3 മണിക്ക് എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. ആ സമയത്ത് 3 മണിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കും. അതുകൂടാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. അപ്പോൾ ഏതെങ്കിലും ദിവസം ഞാൻ എണീക്കാൻ വൈകിട്ടുണ്ടെങ്കിൽ എന്നെ ആരോ തട്ടി വിളിച്ചിട്ട് ആ സമയത്ത് ഞാൻ എണീറ്റിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതേപോലെ ഉറങ്ങിപ്പോയി, ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. അപ്പോൾ ആരും എന്നെ തട്ടി വിളിക്കുന്ന പോലെ തോന്നി. ഞാൻ വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പിലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നത് എനിക്കൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പോലെ മാതാവിൻ്റെ ഒരു രൂപം ഇങ്ങനെ കൊന്ത പിടിച്ചിങ്ങനെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അത് കണ്ടോടുകൂടി എനിക്ക് 100% ഉറപ്പായി മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, ഞാനിനി ഒന്നുകൊണ്ട് പേടിക്കണ്ട. അതോടുകൂടി എനിക്ക് ഭയങ്കര ജീവിതത്തോട് വളരെ ഈസിനെസ് തോന്നി. പിന്നെ അച്ഛൻ്റെ പ്രസംഗമൊക്കെ ഞാൻ ഫാദറിൻ്റെ പ്രസംഗം ഞാൻ ഓൺലൈൻ യൂട്യൂബിലൊക്കെ കേൾക്കാറുണ്ട്. അപ്പോൾ ഓരോ വീഡിയോസ് കാണുമ്പോഴും എനിക്ക് എന്തൊക്കെയാണോ ഡൗട്ടുകൾ ഉണ്ടായിരുന്നു അതെല്ലാം അച്ഛൻ ഇങ്ങനെ ക്ലിയർ ചെയ്ത് തരുന്നത് പോലെ തോന്നി. എൻ്റെ വിശ്വാസം എനിക്ക് കൂടുതൽ വർദ്ധിച്ചു. എനിക്കപ്പോ ഈ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ നിസ്സാരമാണെന്ന് തോന്നി. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നിത്യതയിലേക്ക് ഫോക്കസ് ചെയ്ത് വേണം ജീവിതത്തെ കാണാനെന്ന്. അപ്പൊ അങ്ങനെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോ ഈ വളരെ നിസ്സാരമായ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. ഒരു ടെൻഷനോ ഒരു സ്ട്രെസ്സോ ഒന്നും ഇല്ലാതെ. ബിക്കോസ് നമ്മുടെ കൂടെ മാതാവും ഈശോയും ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെ കുറിച്ച് പേടിക്കേണ്ട, ഒരു ടെൻഷന് വേണ്ട, അവരെല്ലാം നോക്കിക്കോളും എന്നുള്ള ഒരു ഭയങ്കര ധൈര്യം എൻ്റെ മനസ്സിലേക്ക് വന്നു. അതോടുകൂടി ഞാൻ ആ വിശ്വാസം എടുത്തതിൽ പിന്നെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് നടന്നത്. എന്നോട് അവര് തിരിച്ച് ജോലിക്ക് കയറാൻ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഏറ്റവും ബെസ്റ്റ് നേഴ്സായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണം. പിന്നെ പറഞ്ഞത് ഞാൻ ലീവിന് വേണ്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചാൻസും ഇല്ല എനിക്ക് ഹോളിഡേ തരാനായിട്ട്. കാരണം ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് 6 മാസം ആവുന്നതേ ഉള്ളൂ. അങ്ങനെ 6 മാസത്തിനുള്ളിൽ 4 വീക്സ് ഹോളിഡേ കൊടുത്ത് ആർക്കും ഇല്ല അവിടെ. അപ്പൊ അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഡിസിപ്ലിനറി ആക്ഷൻ നേരിട്ട ഒരു കുട്ടിക്ക് ഹോളിഡേ കൊടുത്തു. പിന്നെ എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എല്ലാവരും പറഞ്ഞിരുന്നു എന്നോട് മറ്റേ കുട്ടി ചെയ്തത് ഇൻജസ്റ്റിസ് ആണ്, അങ്ങനെ ആരും ചെയ്യാൻ പാടില്ല എന്ന്. അപ്പൊ ഞാൻ അവരോടെല്ലാം പറഞ്ഞത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഉണ്ടായതിൽ ഞാൻ വളരെയധികം നന്ദി പറയണു. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈശോയോടും മാതാവിനോടും ഏറ്റവും അടുത്ത് ജീവിച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ സ്നേഹം ഞാൻ ആവോളം അനുഭവിച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്നായി നടക്കുന്ന സന്ദർഭത്തിൽ അവരെ മറന്നിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ഒന്ന് ഓർപ്പിച്ചതാണ്. അപ്പൊ ഈ ഒരു സംഭവം ഉണ്ടായതിൽ ഞാൻ ഒരുപാട് നന്ദി പറയണു. ആ കുട്ടിയോടും ഞാൻ ഒരുപാട് നന്ദി കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അപ്പൊ അവരോട് ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും പറയുന്നത് ജിസിക്ക് ഇങ്ങനെ ക്ഷമിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഇത്രയേറെ ധൈര്യം തരുന്നു. ഞാൻ പറഞ്ഞു അതെല്ലാം എൻ്റെ മാതാവാണ് എനിക്ക് തരുന്നത്. എല്ലാം എൻ്റെ മാതാവും എൻ്റെ ഈശോയുമാണ് എനിക്ക് സാധിച്ചു തരുന്നതെന്ന് ഞാൻ എല്ലാവരോടും വളരെ ഉറച്ചു തന്നെ സാക്ഷ്യം പറയുമായിരുന്നു. പിന്നെ എനിക്ക് കോവിഡ് 2-3 വർഷം മുമ്പ് കോവിഡ് വന്നപ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ വീസിങ് ഉണ്ടായിരുന്നു. പിന്നെ എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടാവുമ്പോൾ തുമ്മൽ വരുമായിരുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ആയി കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല.
ഞാൻ കംപ്ലീറ്റ്ലി എന്നെ സൗഖ്യമാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് ഹോളിഡേക്ക് വരാനായിട്ടാണെങ്കിലും ടിക്കറ്റൊക്കെ ആണെങ്കിലും 1 വീക്കിനുള്ളിൽ എനിക്ക് ടിക്കറ്റൊക്കെ റെഡിയായി വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ടിക്കറ്റൊക്കെ കിട്ടി. അപ്പോൾ പിന്നെ ഞാൻ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും മാതാവ് ആരെയെങ്കിലും അല്ലെങ്കിൽ ഈശോ ആരെയെങ്കിലും ഒക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഇപ്പോൾ നമ്മൾ പറയില്ലേ ദൈവത്തിന് നേരിട്ട് വന്ന് നമ്മൾ സഹായിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവദൂതന്മാരെ പോലെ ആരെയെങ്കിലും നമ്മളുടെ അടുത്തായിട്ട് വിടുമെന്ന്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ എനിക്ക് ഇപ്പോൾ വളരെ ഉറച്ച വിശ്വാസമാണ് എനിക്ക്. മാതാവ് ഈശോയും ജീവിച്ചിരിക്കുന്നു, നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. വേറെ കണ്ണ് തുറന്നൊന്ന് കണ്ടാൽ മതി. ഈശോ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളൊന്ന് എന്നെ ഒന്ന് അന്വേഷിക്കുക, എന്നോടൊന്ന് ചോദിക്കുക. നമ്മൾ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നറിയാവോ? നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ഷമയോടുകൂടെ കേട്ടാൽ മതി ഈശോയിനെ. നമ്മൾ ഓരോ ചെറിയ പാപങ്ങൾ ചെയ്യുമ്പോൾ ഈശോയും എത്രയധികം വേദനിക്കുന്നു എന്നുള്ളത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലായതാണ്. കാരണം അവർക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു മകളായിരുന്നിട്ട് ഞാൻ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുപോകുന്നപ്പോൾ അവർ എത്രമാത്രം വേദനിച്ചിരുന്നു, അവരെന്നെ എത്ര തിരിച്ചു കൊണ്ടുവരാൻ അവരെത്ര ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതൊക്കെ ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള ജീവിതം എനിക്ക് ഈശോയ്ക്കും മാതാവിന് വേണ്ടിയിട്ട് സമർപ്പിക്കാനായിട്ടാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നീട് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവിടെയുള്ള പേഷ്യൻസിൻ്റെ അടുത്തൊക്കെ ഞാൻ അവരുടെ ഓരോ വിഷമതകളിലും ഒരു മകളെ പോലെ ഞാൻ അവരെ കെയർ ചെയ്യും. പിന്നെ എൻ്റെ സ്വന്തം മാതാപിതാക്കളെ പോലെ ഞാൻ അവരെ നോക്കും. അവരോട് പറയും, ഈശോ നിങ്ങളൊന്നും കൊണ്ട് പേടിക്കണ്ട, മാതാവിനോട് പ്രാർത്ഥിക്കുക, ഈശോയോട് പ്രാർത്ഥിക്കുക, എല്ലാം നടത്തി തരും എന്ന് ഞാൻ അവരോട് ഉറച്ച് പറയുമായിരുന്നു. അപ്പോൾ അവർ പറയുമായിരുന്നു, മോളുടെ സംസാരിക്കുമ്പോൾ ഭയങ്കര ആശ്വാസം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് സൗഖ്യം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ ഞാൻ അവിടെ വെച്ച് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഹോളിഡേ കിട്ടി ഇവിടെ വരാൻ പറ്റുവാണെങ്കിൽ ഞാൻ കുട്ടികളെയും കൊണ്ട് വന്ന് ഓർഫനേജിൽ പോയേക്കാം, ഓർഫനേജ് വിസിറ്റ് നടത്തിയേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ കുട്ടികളെയും കൊണ്ടുപോയിട്ട് ഓർഫനേജിൽ പോയി അവർക്ക് 1 മാസത്തേക്കുള്ള ഗ്രോസറീസ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു. അവിടുത്തെ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്തു, ഒരു ഫാമിലീനെ പോലെ ഞാൻ അവരെ ട്രീറ്റ് ചെയ്തു. അവർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവിടുത്തെ ഒരച്ഛൻ നടത്തുന്ന ഓർഫനേജാണ്. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു, ഇതേപോലെ നിങ്ങളും ഈ ചേച്ചിനെ പോലെ നിങ്ങളും എന്താ പറയുക, ദൈവത്തിൽ വളരണം, നിങ്ങൾ ഇതേപോലെ പഠിച്ച് വലുതാവണം എന്നൊക്കെ പറഞ്ഞ് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കണ്ടായി. പിന്നെ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് കൂടി ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ കുട്ടികളെ കൊണ്ടുപോയത്. കാരണം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ളൊരു വലിയ മെസ്സേജ് ദൈവം നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഈശോ എപ്പോഴും പറയും, ഞാൻ നിനക്കൊരു ജോലി തന്ന അല്ലെങ്കിൽ നിനക്ക് ഞാൻ എന്തെങ്കിലും ഉപകാരം ചെയ്താൽ എനിക്ക് എന്താ പ്രയോജനമെന്ന് ഈശോ വിചാരിക്കുമല്ലോ. അപ്പം ഞാൻ പറയും, എനിക്കൊരു ജോലി കിട്ടിയാൽ എനിക്ക് എന്തെങ്കിലും സാമ്പത്തിക ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് അർഹതപ്പെട്ട, ഈശോ വിചാരിക്കുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാരൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുന്നത് ഈശോയെ സഹായിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിലൂടെയാണ് നമുക്ക് ഓരോ അനുഗ്രഹങ്ങളും ഓരോ അഭിവൃദ്ധിയും ദൈവം തരുന്നത് മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്യാനാണ് എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നിൽക്കുന്നു. പിന്നെ കഴിഞ്ഞ മാസം ഞാനൊരു കുട്ടിക്ക് സർജറിക്ക് വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മനസ്സമാധാനവും സന്തോഷമാണ് കിട്ടുന്നത്. ഞാൻ പിന്നെ ലീവിന് വന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്നിട്ട് എനിക്ക് പത്രം മേടിക്കാനും വിതരണം ചെയ്യാനും ഒന്നുള്ളൊരു സാഹചര്യം ഇല്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ പത്രമൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയി എല്ലാവരെയും മാക്സിമം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ മാതാവ് അല്ലെങ്കിൽ ഈശോ ജീവിക്കുന്ന സത്യമാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിന് എത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ളത് നമ്മളത് ചൊല്ലി ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ദൈവം എന്താ പറയുക, പലരും യുക്തിവാദികളും അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ ഇതായിട്ടുള്ളവരൊക്കെ പറയും ദൈവത്തിൽ അത് നിങ്ങൾ വെറുതെ സമയം കളയാ അങ്ങനെ. പക്ഷേ
നമ്മൾ ശരിക്കും ദൈവത്തെ രുചിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റെല്ലാം വളരെ നിസ്സാരമായിട്ട് തോന്നും. നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ, നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും വളരെ നിസ്സാരമായിട്ട് തോന്നും. നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് കരുണ, സ്നേഹം, ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസം, പിന്നെ നമ്മുടെ നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതിനുവേണ്ടി നമ്മൾ ഏറ്റവും വിശുദ്ധരായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും, ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.